എനർജി. ഓടിക്കണം അല്ലെങ്കിൽ ഞാൻ. Hi guys, welcome to our YouTube channel. So this is Sai Lakshmi and this is Arun. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടുന്ന് നമ്മുടെ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ആണ് അല്ലേ? ഈ വർഷം കഴിയാറായി. യെസ്, ഇന്ന് 31/2025, നാളെ ന്യൂ ഇയർ ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് വീട്ടിൽ വെറുതെ നമ്മൾ ബ്രൈമൂർ പോകണം എന്ന് തോന്നി നമുക്ക്. നമ്മളിത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ടൈമാണ് നമ്മൾ ബ്രൈമൂർ വരുന്നത്. ഫസ്റ്റ് ആന, രണ്ടാമത് അടങ്ങി. ഫസ്റ്റ് നമുക്ക് പോകാൻ പറ്റിയില്ല, അവിടെ ആന ഇറങ്ങിയിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ആൻഡ് സെക്കൻഡ് ടൈം വന്നപ്പോഴത്തേക്ക് നമ്മൾ അടച്ചു. പിന്നെ നമ്മൾ ഈ തിരിച്ചു പോകുന്നു. ആൻഡ് തേർഡ് ടൈം ഒന്നിപ്പഴിച്ച മൂന്നെന്നാണല്ലോ അല്ലേ? അല്ലേ? ചിരി എനർജി കൊണ്ടുവാ. എനർജിയൊക്കെ കൊണ്ടുവാ. പാലോട് ടു ബ്രൈമൂർ ആണ് പോകുന്നത്. പാലോട് നിന്ന് ബ്രൈമൂർ ഏകദേശം ഒരു 22 അല്ലെങ്കിൽ ഒരു 23 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ചെക്ക് പോസ്റ്റാ? ഇത് ചെക്ക് പോസ്റ്റ്. ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കാൻ. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം. ഇതല്ലേ ബ്രൈമൂർ? ഇതാണോ ബ്രൈമൂർ? ബ്രൈമൂർ ഹിൽസ്. വെൽക്കം ടു ബ്രൈമൂർ ഹിൽസ്. റോഡൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ ഫൈൻ. going to take tickets എടുത്താല് only cash payment, only GPay or card, no cash payment. 8 മുതൽ 4 വരെയാണ് സമയം. ഓക്കെ, ഇതാ അഡൾട്ടിന് 40. ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മംഗായം എക്കോ ടൂറിസം എൻട്രി പാസ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് അഡൽട്ട് ചിൽഡ്രൻ, ഫോറിനേഴ്സ്, അഡൽട്ട്, ഫോറിൻ ചൈൽഡ്, 2 വീലർ, LMV, മൂവി ക്യാമറ, സ്റ്റിൽ ക്യാമറ, ആൽബം, ബസ്, മിനി ബസ്, ട്രെക്കിംഗ്, 1 ഗ്രൂപ്പ് ട്രെക്കിംഗ് എക്സ്ട്രാ. എല്ലാവർക്കും ഉള്ള ഫീസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മദ്യം, പുകവലി കർശനമായി നിരോധിച്ചിരിക്കുന്നു. നല്ല ആളുടെ മുന്നിലാണ് കൊണ്ടുപോയി വെച്ചേക്കണേ. വിളിക്കുന്നു. ബൈ ബൈ. പറഞ്ഞത് പറഞ്ഞെന്താ വേണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കും. ദേഷ്യപ്പെട്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കൊടൈക്കനാൽ ഫീൽ ചെയ്യണ്ട ആ സൈഡ്. എവിടെ? ഇതിന്റെ അപ്പുറം നമ്മൾ ജീപ്പ് ആന്റി നിക്കണോണ്ട് ആ ഫീൽ പോയി. വണ്ടി എടുത്ത് പോവാ. പൊക്കിയാലേ പോകാൻ പറ്റൂ. ചിരിക്കൂലേ? ഇവിടെ വരണേ. എന്താ പാട്ട് പാടി? റിസോർട്ട് കണ്ടോ? അതൊക്കെ റിസോർട്ടുകൾ കണ്ടോ? നീ പാട്ട് പാടുവോ? ഇല്ല, ഇല്ല. റിസോർട്ട് നോക്കട്ടെ. എനിക്ക് റിസോർട്ട് പാട്ട് പാട്. ഞാൻ മ്യൂസിക് ഇട്ടു. മ്യൂസിക് ഇട്ടോ. പട്ടി. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഇത് പൊന്മുടി ഫീലാണ്. ഒരു ചെറിയ ഫീലൊക്കെ ഉണ്ട്. ചെറിയ തണുപ്പുണ്ടെന്നേ ഉള്ളൂ. എനിക്കുണ്ട്. ആ റിസോർട്ടൊക്കെ കണ്ടപ്പോ എനിക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് നല്ല ആ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്തില്ല. നല്ലൊരു തണുപ്പ്. ഇതിനകത്തോട്ട് കയറുമ്പോൾ തണുപ്പുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പാമ്പുണ്ട്. രാജവമ്പാല അങ്ങനെ പോലെ. ഇവിടെ വെള്ളത്തിൽ അട്ട കാണും. അട്ട, കൊളയട്ട. വാലാട്ടിക്ക് ഇതാണ് കുരിശടി എന്ന് പറയുന്നത്. എന്താ കുരിശടി എന്ന് പറയുന്നത്? പണ്ട് കുരിശടി. ഷൂട്ടിംഗ്. ഓക്കെ ഓക്കെ. ഇപ്പുറത്ത് വേറെ ഗണപതി അമ്പലം. ഓ നൈസ്. അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് കുരിശടി. നൈസ്. ഇവിടെ നീയും നിന്റെ ടീമാണ്. ഇങ്ങ അറ്റിരിക്കുന്നത് അരുൺ ആൻഡ് ഫാമിലി. ഇതാ ഇരിക്കുന്നു. ഇത്ര എണ്ണാടാ? കുഞ്ഞുങ്ങളാ ശരിക്കും.
ഓ ടിക്കറ്റ് നോക്കാണ്. ഇവിടെ ടിക്കറ്റ് കൊടുക്കണ്ടേ? മുകളിൽ പോയിട്ട് ജസ്റ്റ് പോയി നോക്കിട്ട് ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. ഓക്കെ, വെള്ളച്ചാട്ടത്തിലേക്ക് പോവാ അത് വഴിയാണ്. തിരിച്ചു വരുമ്പോ നമുക്ക് അരിയായിട്ട് പണ്ട് ടീം വനത്തിന്റെ അകത്ത് കൂടെ വന്നപ്പോ ഇത് കണക്ക് ഒരാളും കാളവണ്ടിയും കാളയും കുറെ അരി ചാക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ ഇല്ലേ പറ്റുള്ളൂ. ഇപ്പൊ പിക്കപ്പ് വാങ്ങണൊക്കെന്നല്ലോ പണ്ട് എന്റെ അച്ഛൻ്റെ ഒക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേ ഇത് കണക്ക് ആക്സിഡന്റ് ആയി താഴെ കുഴിയിൽ പോയി. ഒന്നും കിട്ടിയില്ല. എല്ലാ കയത്തിലോട്ട് പോയി. ആണ് കാളക്കയമെന്ന് പറഞ്ഞു. നമ്മുടെ പാമ്പുണ്ട് രാജകുമാരൻ. അത് ചേരയാ. അത് എനിക്ക് പേടിയത് ചേരയടിയത്. കാലൊക്കെ പെരുകത്. അപ്പോ കരിഞ്ചേര. അത് പാമ്പിന്റെ ഇത്ര സ്പീഡ് കാണൂല, അറിയോ? ഇതിന്റെ അകത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് എന്തിന് ഓടി ഒന്ന് വ്ളോഗ് ഓപ്പണ് എന്തിനു നിർത്തണം? അത് കരിഞ്ചേര. ചേരക്ക് സ്പീഡ് കൂടുതലല്ലേ? അത് കരിഞ്ചേരാന്ന് പറയുന്നത്. ഭയങ്കര പേടിയാ പാമ്പിന്. ഈ കുഞ്ഞു നമ്മുടെ മണ്ണിര പോലത്തെ ഐറ്റംസ്, മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ജീവികൾ, ഇഴജന്തുക്കൾ എനിക്ക് പറ്റൂല. ചെറിയ അട്ട, ഈ കറുത്തിട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ഇതില് നിൽക്കുമല്ലോ, ഒരു വലിയൊരു ടൈപ്പ് ഓഫ് അട്ട. എനിക്കത് പറ്റുന്നില്ല. ഈ കാണുന്ന എനിക്ക് ദേഹ വരുമ്പോൾ പെട്ട് കയറും. എനിക്ക് എന്തോ പോലെ അത് കാണുന്നതേ. ഇതിനൊന്നും കുഴപ്പമില്ല. ഹൈലൈറ്റ്സ് കാണാനൊക്കെ രസമാണ്. പക്ഷെ പാമ്പിനൊക്കെ കാണുമ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇവര് കാവ് ഫീൽ ചെയ്യുന്ന മൊത്തം കാവിന്റെ ഫീല്. ഇങ്ങനെ കിടക്കണോണ്ടാ എനിക്ക് ആ പാമ്പിനെ കണ്ടതോടെ ദേഹം എനിക്ക് ആ പെരുപ്പ് ഇതുവരെ മാറിയില്ല. ഇത് എസ്റ്റേറ്റ് ആണ്. ഇതാണ് ബ്രഹ്മപൂർ എസ്റ്റേറ്റ്. നീ ഇങ്ങോട്ട് ഒരു പറയുകയും ചെയ്തു ഇതിനകത്ത് ചേരയും പാമ്പൊക്കെ ഉണ്ടെന്ന്. എസ്റ്റേറ്റ് ആണ്. കണ്ടാ ലൈൻ കമ്പിയൊക്കെ കണ്ട ഇങ്ങനെ ചെയ്യുള്ളൂ. കാരണം ഈ അനിമൽസും ഈ ഇതില്ലേ, കുരങ്ങനം പോലെയുള്ള ടീം അനിമലില്ലേ, അപ്പൊ അത് ഇങ്ങനെ വന്ന് പിടിക്കുമ്പോ എർത്തടിക്കത്തില്ലേ ഇല്ലേ? നീ എന്നെ മാത്രം ലോ ആംഗിളാ. നിനക്ക് ലോ ആംഗിൾ അല്ല എപ്പോഴും ഇഷ്ടം. ഞാൻ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ എപ്പോഴും ഇവന് കുറെ ലോ ആംഗിൾ ഉണ്ട്. സാർ നമുക്ക് ലോ ആംഗിളിന് പോവാം സാർ, അല്ലേ? അല്ലേ സാർ? അല്ലേ സാർ? വൈറ്റ് ഫ്രെയിം ഒക്കെ ലോ ആംഗിൾ DOP സെക്ഷൻ നമുക്കതോട്ട് യാതൊരു ബന്ധമില്ല. നമ്മള് ഇതല്ലേ ബ്രൈമോർ. ഇവിടെ കയറാൻ പറ്റുമോ? ജസ്റ്റ് നോക്കിട്ട് വരാം, അത്ര തന്നെ. So this is the place, ബ്രൈമോർ. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വരുന്ന വഴിക്ക് ആ ഒരു പോർഷനിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ബ്രൈമോർ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തറയിലൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നോക്കിയാൽ നടക്കണേ. പാമ്പുകളുണ്ടെങ്കിലോ. ഇനി നിങ്ങൾക്ക് 3 കിലോമീറ്റർ പോകാം മുകളിലോട്ട്. ഒരു ഓൾഡ് ബംഗ്ലാവ്, ഒരു കുളിക്കാൻ ഒരു വാട്ടർഫാൾ സേഫ് ആയിട്ടുള്ളത്. ഫോട്ടോസ് എടുക്കുക, കുളിക്കുക, റെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് 100 രൂപ ഉണ്ട്. വേറെ അനിമലൊന്നും ഇല്ലല്ലോ? പോയിട്ട് വന്നല്ല. ബൈക്ക് പോകും, പിന്നെ ബൈക്കും കാറും എല്ലാം പോകും. ഇപ്പൊ 2 ആള് പോയിട്ട് വന്നേ ഉള്ളൂ. പോട്ടെ, നമ്മളും പോട്ടാ. അവിടെ ചെന്ന് സാറിന് ടിക്കറ്റ് എടുക്കണം. ഇതിന്റെ മുകളിൽ ഇവര് ഒരു ടൈപ്പ് ഓഫ് ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ 100 രൂപ എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ we can go there. So ഇവിടുന്ന് 3 കിലോമീറ്റർ ആണ്. ലൈക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് 3 കിലോമീറ്റർ ആണ് അവർ പറയുന്നത്.
അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് പോയിട്ട് വരാം. ഞാൻ പോയിട്ടില്ല അവിടെ. ഞാനും പോയിട്ട് ഞാൻ പോയിട്ടുണ്ടോ അവിടെ? ഇത്ര അടുത്ത് കിടന്നിട്ട് ഞാൻ പോയിട്ടില്ല. ഞാനും പോയിട്ടില്ല, ദൂരെ കിടന്നിട്ട് ഞാനും പോയിട്ടില്ല. ഓക്കെ, 100 രൂപ നമ്മളിവിടെ എൻട്രി ഫീസ് നമ്മൾ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് പോകാനായിട്ട് പറ്റും. പഴയ എസ്റ്റേറ്റ് ആണ്, ബ്രൈമൂർ ടൂറിസം കണ്ടോ. ഞാൻ അവിടുന്ന് സ്ട്രെയിറ്റ് വരുമ്പോഴാണ് ഈ ബിൽഡിങ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇവരെ പഴയ ടീ ഫാക്ടറിയാണ്. അവൻ്റെ ഉള്ളിലെ ഡി ഒ പി ഉണർന്നത്. അവൻ ഈ ഒരു ടൈപ്പ് ഓഫ് വിൻറ്റേജ് ടൈപ്പ് ഓഫ് ഐറ്റംസ് പക്ഷെ ഭയങ്കര രസമാട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ട് ഇവരിവിടെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ലൈക്ക് ഒരു വിൻറ്റേജ് ടൈപ്പ് ഇവർ പറഞ്ഞ ശരിയാ. മേ ബി ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരെങ്കിലും ഉണ്ടാക്കിയിട്ട് പുക പോകുന്ന കുഴൽ. ഇതിൻ്റെ പേരെന്നായിരുന്നു? മറന്നുപോയി. അയ്യോ മറന്നു. ഓക്കെ, സോ നമ്മൾ ഈ ഇരിക്കുന്ന പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം കൊടുത്ത് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം നാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരാൾക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. ആൻഡ് ഈ ടീ ഫാക്ടറിയെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പുള്ളിക്ക് അറിയാം. ആൻഡ് പുള്ളി അവിടെ നിന്ന് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു കേട്ടോ. 30 വർഷം പഴക്കമുള്ളൊരു ടീ ഫാക്ടറിയാണ്. ബ്രിട്ടീഷുകാരുടെ, അതായത് ഇംഗ്ലണ്ടിലൊരു കുന്നിൻ്റെ പേരാണ് ഈ ബ്രൈമൂർ എന്ന പേര്. ആ നാമധേയത്തിലാണ് അവർ ബ്രൈമൂർ എന്ന പേര് ഇതിന് കൊടുത്തത്. പിന്നെ ഇവിടുത്തെ തേയില എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല കൊച്ചി മാർക്കറ്റിലെ നമ്പർ 1 തേയിലയായിരുന്നു. പിന്നെ ഇവിടെ ചില അവർ പ്രശ്നങ്ങൾ കാരണമാണ് പിന്നെ ഫാക്ടറി പ്രവർത്തനം നിലച്ചത്. പിന്നെ മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്കുണ്ട്, പെപ്പർ, ഗ്രാമ്പ്, മറ്റുള്ള മൈനർ പ്രോഡക്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇപ്പം ടൂറിസം നമുക്ക് മെയിനായിട്ട് നടത്തുന്നുണ്ട്. ഇവിടെ ഒരു നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്, ബ്രിട്ടീഷുകാരുടെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ബംഗ്ലാവ്. അത് കഴിഞ്ഞ് ഒരു വാട്ടർഫാൾസ്, പിന്നെ ഹെലിപ്പാഡ്. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആവശ്യം പോലെ നല്ല സൈറ്റ് സീയിങ് ആണ്, ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സീനറി എല്ലാം കണ്ട് വരാം. അങ്ങനെ ഒരു ദിവസം നമുക്ക് നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ബ്രൈമൂർ എസ്റ്റേറ്റ്. ഓക്കെ, താങ്ക് യു. പണ്ടത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ഈ തേയിലൊക്കെ എടുക്കുന്ന മെഷീൻസ് ആയിരിക്കും കണ്ടോ. അന്നത്തെ അവരുടെ ഇൻവെൻഷൻസ് ഒക്കെ കണ്ടോ, ബിഫോർ 150 years. ഇതൊക്കെ കംപ്ലീറ്റ് ഇവിടെ തുരുമ്പ് പിടിച്ചിരിക്കുക കേട്ടോ. എല്ലാം ഇഷ്ടം പോലെ മെഷീൻസ് ആണ് കേട്ടോ ഇതിനകത്തുള്ളത് കംപ്ലീറ്റും. പിന്നെ അതിനകത്തേക്ക് ഇനിയുണ്ട്, കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. സോ നമ്മളിവിടുന്ന് 200 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. എൻട്രി ഫീസ് 200 രൂപ. എന്ത് ഇത് ക്യാമറ, ഇതിന് റേഞ്ച് വേണ്ട, ഈ ക്യാമറയ്ക്ക് റേഞ്ച് വേണ്ട. നിങ്ങളുടെ ഹോളി ലാൻഡ്. അപ്പോൾ നമ്മൾ 200 രൂപ എൻട്രി ഫീസൊക്കെ എടുത്തിട്ട്, എൻട്രി പാസ് ഓക്കെ എടുത്തിട്ട് നമ്മൾ മാളിലേക്ക് പോവാണ്. സോ നമുക്ക് മാളിൽ പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ നടക്കുന്നത് എന്താ. ഓക്കെ, അപ്പോൾ നമുക്ക് മാളിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, വരുന്നുണ്ടോ? അവനെ വണ്ടി നോക്കിയിരിക്കുക. ഞാൻ എവിടെ നിൽക്കുന്നുണ്ടെന്ന് അവനറിയണ്ട. അവനാ വണ്ടി, അവൻ പെണ്ണുങ്ങളെ നോക്കിയില്ലല്ലോ, അവൻ വണ്ടി നോക്കും. ഭയങ്കരമായ കയറ്റങ്ങളാണ് അവിടുന്ന്. അതുവരെ അത്യാവശ്യം സ്ലോപ്പ്, വലിയ രീതിയിലൊരു സ്ലോപ്പ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഒരു കയറ്റം പോലത്തെ കുറെ റോഡ്സ് ഉണ്ട് കേട്ടോ. ഗ്രാമ്പൂവിന്റെ മണമുണ്ട്, കംപ്ലീറ്റ് ഗ്രാമ്പൂവിന്റെ മണം. ഫുൾ ഗ്രാമ്പൂ തോട്ടം, ടോപ്പിലും താഴെ ഒക്കെ ഗ്രാമ്പൂ. ബംഗ്ലാവ്. ആൻഡ് ഫൈനലി നമ്മളുടെ ബംഗ്ലാവിലെത്തി. ഇവിടെയാണ് ഇതിന്റെ എൻഡിങ് പോർഷൻ. ഇവിടെ തുറക്കത്തൊന്നുമില്ല. സ്റ്റെപ്പ് വഴി കയറി പോകുമ്പോ കയറ്റി വിടുവോ? സ്റ്റെപ്പ് വഴി കയറ്റി വിടുന്നുണ്ടോ നോക്കാം. തകടുണ്ട് കൈമുറിയില്. ഈ സാധനം പൊളിച്ചെടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റൂ. മറ്റേ ഇയോബിന്റെ പുസ്തകം സിനിമയ്ക്കകത്തുള്ള വീടില്ലേ, അതേ രീതിയുണ്ട്. മനസ്സിലായോ? എസ്റ്റേറ്റ് ടൈപ്പ് പഴയ ആൾക്കാർ. വാട്ട് എ വ്യൂ.
നൈസ് അല്ലേ? അടിപൊളി. ഇത് കേട്ടെ, ഇത് ഗേറ്റ് കളിക്കുന്നുണ്ട്, മരം ഉള്ളത് കണ്ട. എന്ത് യൂക്കാലി മരം, യൂക്കാലി. എന്നൊക്കെ തടിയുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഇത് കണ്ടോ, എവിടെയെങ്കിലും പോയാൽ എങ്ങനെ ഞാൻ പുറകിലുണ്ടോ എന്നൊന്നും അറിയണ്ട, കയറി കയറി അങ്ങ് പോ. ഇതാ ഞാൻ ആദ്യമേ ചോദിച്ചേ. ഓ ഓ കൈയാണിച്ച് വിളിക്കുന്നു. വാ, കണ്ടോ, ഇത് ഷൂട്ട് ചെയ്യരുത് നല്ല രീതിക്ക്. എൻ്റെ ഹെൽമെറ്റ് നമുക്ക് അവിടെ ഊരി വെച്ചാൽ പോരായിരുന്ന? കുഴപ്പമില്ല. ഓ നൈസ്. ഈ എസ്റ്റേറ്റിൽ നിന്നുള്ള ആ ഇതാകണ്ടോ, ഇതാണ് ഇവിടുത്തെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലുള്ള എസ്റ്റേറ്റ് ഇതാണ്. സോ അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ തുടങ്ങിയ നോക്ക്, ഇവിടെ ബോർഡ് കാണിച്ചു കൊടുക്കും. സീ, നല്ല അടിപൊളി വ്യൂ വിത്ത് സോ മച്ച് പ്ലാന്റ്സ് എവറിത്തിങ്. എൻ്റെ ഇതിൽ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം അവിടെ. ആൻഡ് യെസ്, 1880 AD. 10 റൂംസ്, 1 കിച്ചൺ, 3 ബാത്റൂം. കണ്ട, മുറുക്കാന്റെ വെറ്റ. ഇവിടെ വല്ല പാമ്പുച്ചാരെയൊക്കെ കാണോ? മുറുക്കണ വെറ്റയല്ലേ? ഷൂട്ട് ചെയ്യ്. ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, നീ പറഞ്ഞു. അമ്മാമ കാണണ്ട. നമുക്ക് പഴയ ബിൽഡിംഗ്. ഇതൊരു സൈസ് തുളസിയാണ്. വാ, നീ ഇതിലേ പോ. ഇവിടെ ആരുണ്ട് പൊളിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടല്ലേ? പൊളിക്കാനൊക്കെ താഴെ വെള്ളച്ചാട്ടാ ചെറിയൊരു ഇത്. ഇവിടെ കംപ്ലീറ്റ് ആഫ്രിക്കൻ മല്ലിയാ. നോക്ക്, ഇവിടെ മൊത്തം ആഫ്രിക്കൻ മല്ലിയാ. ഞാൻ പറയട്ടെ അറിഞ്ഞോ, നമുക്ക് ഫ്ലാറ്റിൽ ചിക്കൻ കറിക്കൊക്കെ ഇതിൽ ഒരു ലീഫ് മതി. നമ്മൾ മല്ലിയില യൂസ് ചെയ്യുന്നതിന് പകരം ചിക്കൻ കറിയിലൊക്കെ ഇതിന്റെ ഒരു ലീഫ് ഇട്ടാൽ മതി. ഇതെങ്ങനെ പറിച്ചെടുക്കും? അതിന്റെ മേടിക്കാൻ കിട്ടത്തില്ല ഇത്. ഓ മൈ ഗോഡ്, ഇതെന്താ സാധനം? ഇത് മറ്റേ നാരങ്ങ. നാരങ്ങ നാരകമാണ്. ഇല്ല, ഇയോബിന്റെ പുസ്തകം മൂവി ചെയ്ത ആ ഒരു ഫ്രണ്ട് അല്ലേ? പണ്ട് ഈ മദാമയുടെ ഒക്കെ വീട് പോലത്തെ ആ ഒരു കൺസെപ്റ്റ്. അതേല്ലേ, ബംഗ്ലാവിൽ എന്ത് താഴ്ചയുണ്ട് ഇവിടെ. ആ, ഇതാ സാധനം. ഇതാണ് നാർത്തങ്ങ, എന്റെ ഫേവറേറ്റ്. ഇതിന് താഴെ അരുവിയുണ്ട് കേട്ടോ. സപ്പോർട്ട, പക്ഷെ ഭയങ്കര താഴ്ചയാ. മറ്റില്ല പൂ, ഇതിന്റെ പേരെന്നായിരുന്നു? കനകാംബരം. യെസ്, കനകാംബരം. ഇത് നമുക്ക് ഇറങ്ങാവോ? കാലിൽ മുള്ളു കൊണ്ടേനെ ഇപ്പൊ. കൊള്ളാല്ലേ, നല്ല രസമുണ്ടല്ലേ. ഇവരൊക്കെ ഒരു ബെഡ്റൂം, അപ്പുറത്ത് ഭയങ്കര വ്യൂ ആട്ടോ. അപ്പുറത്ത് ബെഡ്റൂം പോർഷൻ ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ മോർണിംഗ് തുറന്ന് നല്ല രസമായിരിക്കും. അതെ, വാ. ഇവിടെയൊക്കെ പണ്ട് എല്ലാരും താമസിച്ചുകൊണ്ടിരുന്നപ്പോ എന്ത് രസമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഹില്ല് വരുമ്പോ ഇങ്ങനെയുള്ള മരങ്ങൾ, കാറ്റാടി മരം. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ വിൽക്കാൻ പറ്റേക്കായിരുന്നു. കാറ്റാടി മരം, ഇത് എന്ത് രസാ. ഇതായിരിക്കണം ഇവരുടെ ബെഡ്റൂം. അതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടേ കേട്ടോ. പിന്നെ വാരി കൂട്ടിയിടാതെ താമസമില്ല. എടാ, വുഡിന്റെ ഒക്കെ പഴയ ഫർണിച്ചേഴ്സ് ഉണ്ട് കേട്ടോ അതിനകത്ത്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ അല്ലേ അടിപൊളി, രക്ഷയില്ല. രാവിലെ നല്ല മോർണിംഗിൽ സൺറൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. രാവിലെ ഡോർ തുറക്കുമ്പോൾ നീ പറഞ്ഞ അതിലുള്ള അല്ലേ, പഴയ സിനിമയിലൊക്കെ വരുമ്പോൾ ഡോറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ
അപ്പൊ നായകൻ ഇങ്ങനെ വരും പുറകെ കെട്ടിപ്പിടിക്കാൻ അല്ലേ? വാ നമുക്ക് പോവാൻ, എനിക്ക് പേടിയായിട്ട്. ഇല്ല പേടി ഇവിടെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. ഇതല്ലേ മറ്റേ ക്രിസ്മസ് ട്രീയുടെ അത് കുഞ്ഞു അപ്പുറത്ത് ട്രീ ഉണ്ട്, അത് കാണിച്ചു കൊടുക്കാം നമുക്ക്. വലുതാ അതിന്റെ എന്റെ പോർഷൻ അവര് കട്ട് ചെയ്തേക്ക വേണ്ട, എന്റെ പോർഷൻ കട്ട് ചെയ്തേക്ക. താഴെ നല്ല കട്ടി തിക്കിനാണ് ആ വുഡ് വന്നേക്കുന്നത്. പോവാ നമുക്ക് താഴോട്ട് പോയി നോക്ക. വാ പോവാ. താഴോട്ട് പോയി അവിടെ തന്നെ നമ്മൾ ഇറങ്ങുക. 2 വഴിയുണ്ടോ അപ്പൊ ഇതിനകത്തേക്ക് കയറാൻ? 2 വഴിയുണ്ടോ ഇതിനകത്തേക്ക് കയറാൻ? ഒന്ന് ഇതും ഒന്ന് ഫ്രണ്ട്. യെസ്, ഇതിന്റെ ലീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ ഇതിന്റെ ലീഫ് കട്ട് ചെയ്തിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമായിരുന്നു. ഇതിനെല്ലാം പറ്റില്ല കുരു വരുന്നേ. അറിയത്തില്ല. ഓ മറ്റത് പൈൻ, ഇതേതാ? ഇതെന്തോ അറിയത്തില്ല. കൊള്ളാം, വഴിയൊക്കെ നല്ല രസമുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള മര, നല്ല രസമുണ്ട് വഴിയൊക്കെ, ടൈമിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എന്ത് തിക്കാ നോക്കിന്റെ വുഡ്, ഇതിന്റെ റൂട്ടാ അപ്പൊ നല്ല താഴ്ന്നിറങ്ങി കാണാം. അടിപൊളി. ഇറങ്ങാല്ലേടി? യെസ്, ഇവിടെ ഇറങ്ങാം. ഇനി നമുക്ക് എവിടെ പോകണം? മറ്റേ വാട്ടർഫോൾസ് ഉണ്ടല്ലേ, കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങാം നമുക്ക്. അവിടെ ഇതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇതുവഴി നമുക്ക് 4 വീലേഴ്സ് 2 വീലേഴ്സ് വണ്ടിക്ക് പോകാൻ വേണ്ടിട്ട് പടിക്കെട്ട് തന്നെ അല്ലേ ഇതുവഴി പോവാം. പക്ഷെ രസം കേറി പോകാൻ രസം ആ ഒരു വഴിയാണ്. ഇത് മാംഗോസ്റ്റിൻ ഫ്രൂട്ടിന്റെ പൂവുണ്ട് ഇടയ്ക്ക്, കണ്ടോ? കായില്ല. So next we are moving to വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്റെ ഫേവറേറ്റ്. ഇങ്ങോട്ടേക്ക് വരാൻ ബസ് ഒക്കെ ഉണ്ട് കേട്ടോ. നെടുമങ്ങാടുന്ന് പേരൂർക്കട കിഴക്ക്. ഇനി ഞാൻ കിഴക്കേ കോട്ടയിലായിട്ടാ പോണേ. ഇതിന്റെ വുഡ്സ് കേട്ടോ. തമ്പാനൂരിന്നൊരു എങ്ങനെ പോയാലും 45 കിലോമീറ്റർ ഇവിടെ വരണമെങ്കിൽ. തമ്പാനൂർ 45, ട്രിവാൻഡ്രം തമ്പാനൂർ 45 കിലോമീറ്റർ. പക്ഷെ എനിക്ക് ഇവന് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് എന്താണെന്നറിയോ? ഫുഡ് ബ്ലോഗ്സാ അല്ലേ? നമ്മള് ഇവിടെ നമ്മള് പാമ്പിനെ കണ്ടേ. എന്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇവന് ഏറ്റവും കൂടുതൽ പറ്റുന്നത് ഫുഡ് ബ്ലോഗ്സ് ആണ്. കാരണം നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് ഓരോ നൈസ് ഫുഡ്സ് ഒക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകും. ഇപ്പൊ കഴിച്ചിഷ്ടപ്പെട്ടിട്ട് ഇപ്പം റീസെന്റ് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് തോന്നിയ ബൺമസ്ക, പിസ്താഷ്യോ കുനാഫ ബൺമസ്ക. അടിപൊളി സാധനം. എവിടെ? നമ്മുടെ കരമനല്ലേ? കറക്റ്റ് സ്പോട്ട് എവിടെയാത്? സ്പോട്ട് എന്ന് പറയുമ്പോ നമ്മളെ KSRTC എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെ ഹീറോന്റെ ഓപ്പോസിറ്റ് മറ്റേ വോക്സ്വാഗന്റെ ഷോറൂമിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സിറ്റി സ്റ്റോറിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് 2 പയ്യന്മാർ നടത്തുന്ന ഒരു ചെറിയൊരു ഷോപ്പ്. അത് എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയോ? ഞാൻ ഇപ്പൊ തുടരെ 3 ദിവസം വൈകുന്നേരം നോർമൽ ആയിട്ടുള്ള അത് കൊള്ളത്തില്ല. നോർമൽ ആയിട്ടുള്ളത് എനിക്ക് ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷെ കുറെ റിവ്യൂ കണ്ടു, വലിയ അതൊന്നുമില്ല, നോർമൽ ടേസ്റ്റ് കൊള്ളത്തില്ല എന്നൊക്കെ കുറെ കണ്ടു. ബട്ട് മറ്റൊരു സാധനം അടിപൊളി കേട്ടോ. അതും അവരുടെ ബ്രെഡ് എന്ന് പറയുന്നത് പക്ക സോഫ്റ്റ് ആയിട്ടൊരു മിൽക്കി ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു ബ്രെഡ്. അതിന്റെ ഇടയിലുള്ള ഈ ഒരു ക്രീം ആൻഡ് കുനാഫയുടെ ആ ഒരു ക്രിസ്പിനെസ്, ഇറ്റ് വാസ് സോ നൈസ്. നമുക്ക് ഫുഡ് വ്ലോഗ് ചെയ്തൂടെ? വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. അപ്പൊ താഴെ പോകാൻ പറ്റില്ല. താഴെ കണ്ടിട്ട് വരാം. എന്റെ ഫോൺ എന്റെ കയ്യിലുണ്ട്. ഞാൻ എടുക്കട്ടെ. ആൾക്കാരുടെ കുളിസീൻ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇനി ആൾക്കാരെന്നെ തപ്പി വരും. മേളിൽ പോണ്ടേ? സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മേളിൽ പോണ്ടേ? ഇവിടെ പോവാ. ഇവിടെ കല്ലും ഇങ്ങനെയുള്ള സെറ്റപ്പ്. അവിടെ പോവാ, അവിടെ കുറച്ച് വീതിയുണ്ട്. നമുക്ക് അതിന്റെ അപ്പുറത്ത് ഇറങ്ങിയാലോ? ഇവിടെ പോവാ.
അതിന്റെ അപ്പുറത്ത് കുറച്ച് പേരുണ്ട് ഇതിൽ നടന്നു അപ്പുറം എന്തിനാന്നുണ്ടെന്ന് അതിലെ റോഡ് കൂടെ നടന്ന് അപ്പൊ ഇതായിരിക്കും അതുവഴി ഇറങ്ങാൻ പറ്റുമോ? ഇവരാരും വരത്തില്ലോ. ഡ്യൂട്ടിക്ക് നിൽക്കേണ്ടി അവള് വെള്ളം മേടിച്ചു കുടിക്കണുണ്ടോ. പറ്റിയ ഉടുപ്പല്ലേ അല്ലേ? മാച്ച് ഉണ്ട്. എന്റെ സ്കൂളില് ഞാൻ USSന്റെ പരീക്ഷ എഴുതാൻ പോയപ്പം അവിടെ ഒരു സ്ലോപ്പ് ആയിട്ട് ഇരുന്ന ഒരു മരം ഉണ്ടായിരുന്നു. ഈ മരത്തിൽ ഞാനൊന്ന് വലിഞ്ഞു കയറിയ പിന്നെ എല്ലാരും മരം കയറി എന്നെ വിളിക്കുന്നത്. യെസ്, അപ്പൊ അത് കറക്റ്റാ. ഒത്തിരി ഉണ്ടോ കയറാൻ? അത് താഴെ വരും. വേരുകൾ നിറഞ്ഞ വഴികളല്ലേ മരം കയറി. വ്ളോഗായി ഇപ്പൊ അല്ലേ, വേറെ എന്തെങ്കിലും കൂടെ വിളിക്കായിരുന്നു. ഭയങ്കര ചീത്തോളിയാ അമ്മേ. നിന്ന് ഇവനെ എന്താ പറഞ്ഞാലും എനിക്കൊന്നെങ്കി ഓ മൈ ഗോഡ്, നിനക്ക് കയറാൻ പറ്റുമോ? എനിക്ക് പറ്റും. ക്യാമറ ഫോക്കസ് ചെയ്യണ്ട. ഓ, നിങ്ങള് ക്യാമറ വിളിച്ച് തഴമ്പിച്ച കൈകളല്ലേ, കുഴപ്പമില്ല. ഇത് എല്ലാവർക്കും അറിയാം ഈ സ്ഥലം, ഒട്ടുമിക്കുള്ളവർക്ക്. ഞാൻ വന്നിട്ടില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. ഇത് എന്റെ എക്സ്പീരിയൻസ്. കൊറേ ഉണ്ടത്. എനിക്ക് പിന്നെ വലിഞ്ഞു കയറിയ ഭയങ്കര ശീലമുള്ളതുകൊണ്ട് ഇതുവഴി കയറാമോ? കൊള്ളാം. ഒരു ഫ്രെയിം കാണിച്ചു തരാം മേളിൽ പോകുമ്പോ. നീ മുന്നേ വന്നിട്ടുണ്ടല്ലേ? അയ്യോ, ഒത്തിരി ഉണ്ട്. വേണമെങ്കിൽ ഇത്തിരി ബോഡിയൊക്കെ അനങ്ങട്ട് തിരി. കേറ് കേറ് കേറ്. വലിയ സ്റ്റെപ്പാണ്. വയ്യ, ക്ഷീണിച്ച്. ഇന്ന് പളനി പോയത് ഞാൻ ഇവിടെ ഇരുന്ന് പോയി. നമ്മൾ എത്ര സ്റ്റെപ്പാ? ഒരു 50 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇരുന്ന്. പിന്നെ ഞാൻ കയറും, ഇരിക്കും, പിന്നെ ശ്വാസമൊക്കെ പോയി. കൊള്ളാം. അടിപൊളി. ഇടുവല്ലേ? പഴയ മരത്തടിയാ. ഒത്തിരി വർഷം നമ്മള് വാട്ടർഫോളൊക്കെ കണ്ടു. ആ ഒരു പോർഷനിലായിട്ടാണ് വാട്ടർഫോൾ വരുന്നത്. വിശക്കുന്നുണ്ടാ? പിന്നെ വിശക്കില്ലേ? മണി 3 ഇവന് വിശപ്പുണ്ട്, പക്ഷെ എനിക്ക് വിശപ്പില്ല കേട്ടോ. ഞാൻ ഈ വ്യൂ കാണാൻ വേണ്ടി വന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് വിശപ്പ് തോന്നണില്ല. ഇവൻ മുന്നേ കണ്ടത് കൊണ്ട് ഇവന് തോന്നുമായിരിക്കും, അറിയത്തില്ല. ഇനി നമുക്ക് വന്ന വഴി നമുക്ക് തിരിച്ചിറങ്ങണം. ഷോർട്ട് ടാസ്ക്. എടുത്തിടങ്ങോട്ട്. ക്യാമറ പോകത്തോന്നില്ല, എന്റെ കയ്യിലാ ഫോൺ ഇരിക്കണേ. ഭയങ്കര വലിയ സ്റ്റെപ്സ് ഒക്കെയാണ് മോനെ അവിടെ. അമ്മച്ചി കേറിപ്പോ അമ്മച്ചി. വയ്യട മക്കളെ, അമ്മച്ചി വയസ്സും പ്രായമൊക്കെ ആയില്ലേ. കൊള്ളാല്ലേ? അടിപൊളി. അങ്ങനെ തിരികെ സ്പേസ് ഉണ്ടോ? ഈ ഒരു പോർഷനിൽ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. അതിന്റെ താഴെയുള്ള ചെറിയൊരു പോർഷനാണ് കേട്ടോ, പക്ഷെ അടിപൊളിയാട്ടോ കാണാൻ വേണ്ടിട്ട്. നമുക്ക് കുളിക്കാൻ തോന്നും. നമുക്ക് എന്ത് രസാ നോക്ക്, അടിപൊളി. ഇറങ്ങട്ടെ? ഇവിടെ അട്ട ഉണ്ടാവോ?
എന്തോ കാരണക്ക് വിധി. എന്താ അവിടെ കിടക്കുന്ന ജീവിയാ? എവിടാ ഇറങ്ങ്. കൊഴപ്പില്ലല്ലോ അല്ലേ? ഇവിടെ കുഴിയാ. ജീൻസ് നനയോടി അത്രയും. ഞാൻ പൊക്കി വെക്കും. എനിക്ക് ചെറിയൊരു പേടിയടാ. എന്തൊരു പേടിയാ? ആ ശനി നീ പേടിയാവണ്. വെള്ളം ഇറങ്ങ്. ഞാൻ അങ്ങ് പോട്ടാ? അങ്ങ് പോയിട്ട് എന്തിരിയേ? നടുക്ക് നിക്ക, അവിടെ മണ്ണുണ്ട്. ഓ സോ ആഫ്റ്റർ നമ്മള് എന്താ പറയാ, ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി അടിപൊളി അടിപൊളി. പക്ഷെ എനിക്ക് ഭയങ്കര പേടി. ഞാൻ വന്ന ആ ടൈമിൽ ഞാൻ പാമ്പിനെ കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി. എനിക്ക് ഇവിടെ ഇറങ്ങാനൊക്കെ ഭയങ്കര പേടി. സാധാരണ ഞാൻ അങ്ങനെ പേടിച്ചിരിക്കുന്നതല്ല, ഞാൻ ചാടിപ്പോവും. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പണ്ടൊക്കെ. പണ്ടും അല്ലാണ്ട് ഫാമിലി ഒക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പേടി എനിക്ക് ഇവിടെ. നോക്കടി. ടാറ്റ എന്താ പറ. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറെ ബാക്കി ഷൂട്ട് ചെയ്യണം എന്നുണ്ട്, ബട്ട് എന്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. സോ നമ്മള് ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് ഇത്തവണത്തെ വ്ളോഗ്. ആൻഡ് പിന്നെന്താ, നമുക്കിനി വേറെ വരാല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ചെയ്യാം. നമ്മള് വരും. എന്റെ വായിക്കാത്തോണ്ട് നീ ക്യാമറ കൊണ്ടുവരാ. സോ പറ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഈ വാട്ടർഫോൾസിൽ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു എന്റെ വായിക്കത്ത് ക്യാമറ കൊണ്ടുവരുന്നത്. സോ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അതെ, പറ. അടുത്തത് വരാം. അടുത്തൊരു വ്ളോഗായിട്ട് വരാം. നെക്സ്റ്റ് വ്ളോഗായിട്ട് നമുക്ക് നെക്സ്റ്റ് വ്ളോഗായിട്ട് ഞാൻ പിന്നെയും വരും. എന്തൊക്കെ വ്ളോഗ് ചെയ്യണോ നിങ്ങൾ കമന്റ് അല്ലേ? ഇതിനകത്ത് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ കാണും. എനിക്ക് അങ്ങനെ വ്ളോഗ് എടുത്ത് ശീലമോ ഒന്നുമില്ല. പക്ഷെ ഇവൻ ശീലം ഉണ്ടായിരുന്നു, പക്ഷെ ഇവനൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരയ്ക്കും ടാറ്റ ബൈ ബൈ. ബൈ. പിന്നെ ഒരു കാര്യം, നമ്മള് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ അതൊക്കെ നിങ്ങൾ ചെയ്യണം, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ ബൈ ടാറ്റ. കട്ട് ചെയ്തു.